ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശോഭാസ് രുചിക്കൂട്ട് ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റിയിലുള്ള ഒരു ചിക്കൻ കറി. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും വരെ മറക്കരുത്. എല്ലാവരും കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരു ലൈക്കും കമൻറ്റും ഒക്കെ തന്നു പോവുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. കുറച്ച് കറിവേപ്പില എടുക്കാം. ചിക്കനൊക്കെ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 4 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ചെയ്ത് തുടങ്ങാം. ചീനച്ചട്ടി വെച്ച് കൊടുത്തു. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് 3/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അങ്ങോട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. രണ്ട് പച്ചമുളക് ഇട്ട് വെച്ചിട്ടുണ്ട്, അതുകൂടി അങ്ങിട്ട് കൊടുക്കാം. കറിവേപ്പില, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ് നമ്മളിപ്പോൾ ഇടാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. നേരത്തെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അടുക്കി പിടിക്കും. അതുകൊണ്ട് അത് വേണ്ട. നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കൂട്ടത്തിൽ ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. ഉള്ളി എത്രയും നന്നായി വഴറ്റുന്നുവോ അപ്പോഴാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴറ്റി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് വേണം നമുക്ക് അടുത്ത തക്കാളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാൻ. പലരും പല രീതിയിലാണ് വെക്കുന്നത് കേട്ടോ. പക്ഷേ ഞാൻ വെക്കുന്ന രീതിയാണ് ഈ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ഉള്ളി അങ്ങനെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് അങ്ങോട്ട് കൊടുക്കാം. 1.5 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അരച്ച് കൊടുത്ത തക്കാളി പേസ്റ്റും കൂടെ വെന്ത് നല്ലതായിട്ട് നമ്മുടെ ഉള്ളിയിലേക്കൊക്കെ ഒന്ന് ചേർന്ന് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. അപ്പോൾ അതുവരെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ തക്കാളി പേസ്റ്റൊക്കെ വെന്ത് നന്നായിട്ട് ഉള്ളിയും തക്കാളിയും കൂടെ നന്നായി വെന്തുടഞ്ഞ് നല്ല പേസ്റ്റ് വിധത്തിലായിട്ടുണ്ട് കേട്ടോ. ഈ പരുവത്തിലാണ് ഞാൻ ചിക്കൻ കറി വയ്ക്കാൻ ഉള്ളി വഴറ്റുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട പൊടികളെല്ലാം ഇട്ട് കൊടുക്കണം. അപ്പോൾ തീ വളരെ കുറച്ച് കൊടുത്തിട്ട് വേണം നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 2 അപ്പം നിറയെ ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഞാൻ 3 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി ഇട്ടതുപോലെ തന്നെ. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി, അതും ഒരു 1/2 ടേബിൾ സ്പൂൺ. ഓക്കെ, അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എരി അധികം വേണ്ടാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഒരല്പം മുളക് പൊടി കുറയ്ക്കാം കേട്ടോ. തീ വളരെ കുറച്ചിട്ട് കൊടുത്തിട്ട് വേണം നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം അങ്ങനെ പൊടിയെല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ മസാലയെല്ലാം എല്ലാ ചിക്കൻ പീസയിലും ആവണം. അപ്പോൾ ആ രീതിക്കൊന്ന് ഇളക്കിയെടുക്കാം. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ വെള്ളം ഒന്നും ഒട്ടും ഒഴിച്ച് കൊടുത്തിട്ടില്ല. അതേപോലെ നമ്മൾ മസാല ഇട്ട് കൊടുത്തില്ല, ഗരം മസാല ഇട്ട് കൊടുത്തിട്ടില്ല. വീട്ടിൽ തന്നെ പൊടിച്ച മസാലയാണ്. ചിക്കൻ മസാല ഞാൻ സാധാരണ ഇട്ട് കൊടുക്കാറില്ല. ഇവിടെ പൊടിച്ച ഗരം മസാല തന്നെയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഒന്ന് അടച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ പാത്രത്തിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. നമ്മളിതുവരെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ചിക്കനകത്തെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ തക്കാളി അരച്ച് മിക്സിക്കകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കും. അതങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടണ്ടായോ. അപ്പം അതിന് വേണ്ട വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് തീ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം. തിളച്ചതിന് ശേഷം വീണ്ടും ചെറിയ തീയിലാക്കി കൊടുക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇതപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഉപ്പൊന്ന് നോക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ തീയും കുറച്ച് കൊടുക്കാം. ചെറിയ തീയിലിരുന്ന് അങ്ങനെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഓക്കെ, അപ്പം നമ്മുടെ ചിക്കൻ കറി എന്തായെന്ന് നോക്കാം. അപ്പോൾ ഈ സമയം നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്. നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് അടപ്പിൽ തന്നെ ഇരിക്കട്ടെ. ഒരല്പം ഗ്രേവി ഒന്ന് തിക്കായി വരണം. അപ്പോൾ അതുവരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം.
ചിക്കൻ കറി അങ്ങനെ കുടുകുടുകൂടാ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചിക്കൻ കറി നല്ല അടിപൊളി ടേസ്റ്റിയുള്ള ചിക്കൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റി കറിയാണ് നമ്മുടെ ചിക്കൻ കറി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും വരും മറക്കല്ലേ. അപ്പോൾ കുറച്ച് ഗ്രേവി കൂട്ടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഗ്രേവി ഭയങ്കര ഇഷ്ടമാണ്. ചോറിനകത്തൊക്കെ ഒഴിച്ച് കഴിക്കാനും നമ്മുടെ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെ കഴിക്കണമെങ്കിൽ കുറച്ച് ഗ്രേവിയൊക്കെ വേണ്ടേ. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഗ്രേവി കൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ഒരു മറക്കരുത്. ഓക്കെ, അപ്പോൾ ഒരു അടുത്ത വീഡിയോയുമായിട്ട് വേഗം വരാം. ഓക്കെ, ബൈ ബൈ. അപ്പോൾ നമുക്ക് കുറച്ച് കറി നമ്മുടെ ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റുവാണ്. ഇത് നമുക്ക് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്.